പ്രമുഖ സ്വർണ്ണാഭരണ ബ്രാൻഡായ വിൻസ് മേരായുടെ രാജ്യാന്തര ആസ്ഥാനം ദുബായിൽ പ്രവർത്തനം തുടങ്ങി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 2000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് ഉടമകൾ അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിലും ഇതോടൊപ്പം കൂടുതൽ ഷോറൂമുകൾ തുറക്കും. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. വിവിധ ലോകരാജ്യങ്ങളിൽ പ്രവർത്തനം ഏകോപിപ്പിച്ച് ഗൾഫിലെ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് വിൻസ് മേര രാജ്യാന്തര ആസ്ഥാനം ദുബായിൽ തുറന്നത്. ദുബായിലെ ഡെവലപ്പേഴ്സ് ആയ ഇത്ര ദുബായ് സീനിയർ ഡയറക്ടർ റാഷിദ് അൽ ഹർമൂദി, ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് വൈസ് ചെയർമാൻ ചന്തു സിറോയ, അനിത് ഡാനിയൽ, അജയ് സരിയ, രമേശ് വോറ തുടങ്ങിയവർ പങ്കെടുത്തു. വിൻസ് മേര ഗ്രൂപ്പ് ചെയർമാൻ ദിനേഷ് കമ്പ്രത്ത്, വൈസ് ചെയർമാൻ അനിൽ കമ്പ്രത്ത്, MD മനോജ് കമ്പ്രത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൃഷ്ണൻ കമ്പ്രത്ത് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. സ്വർണ്ണാഭരണ രംഗത്ത് 2000 കോടി നിക്ഷേപമാണ് ഗ്രൂപ്പ് ലക്ഷ്യം വെക്കുന്നതെന്ന് ഉടമകൾ പറഞ്ഞു. 2000 കോടി ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞങ്ങൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഒരു 2-3 വർഷത്തിനുള്ളിൽ, 2 വർഷം ആണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ആ സമയമാകുമ്പോഴേക്കും ഞങ്ങൾ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റും കൊണ്ടുവരും. അതുപോലെ തന്നെ അത്രയും ആൾക്കാർക്ക് ഏകദേശം ഞങ്ങളൊരു 5000 പേർക്കോളം തൊഴിലവസരങ്ങളും ഞങ്ങൾ സൃഷ്ടിക്കും. അതും ഞങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിൽ കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഉടൻ തുറക്കും. കോഴിക്കോട് ഷോറൂമിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ബ്രാൻഡ് അംബാസിഡർ നടൻ മോഹൻലാൽ നിർവഹിക്കുമെന്നും ഉടമകൾ അറിയിച്ചു. അതേസമയം മറ്റു ജ്വല്ലറികളിൽ നിന്നും വ്യത്യസ്തമായി ആഭരണ നിർമ്മാണത്തിലും വിലയിലും തങ്ങൾ വ്യത്യസ്തരായിരിക്കുമെന്നും ഇവർ പറഞ്ഞു. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week, only on Jayhind TV. An Elvis Chumar TV show. Middle East This Week. Middle East beyond the headlines.